രാമനും ലക്ഷ്മണനും നഗരദർശനം കഴിഞ്ഞ് മടങ്ങിയെത്തിയതറിഞ്ഞ ഉടനെ ജനക മഹാരാജാവ് യജ്ഞശാലയിലെത്തി. അതിനുശേഷം വിശ്വാമിത്രാദി മഹർഷിമാരെയും രാമലക്ഷ്മണന്മാരെയും അവിടേക്ക് ആനയിക്കുവാൻ പുരോഹിതനായ ശതാനന്ദനെ തന്നെ രാജാവ് ഏർപ്പാട് ചെയ്തു. രാമലക്ഷ്മണന്മാരാലും മറ്റു മഹർഷിമാരാലും അനുഗതനായി യാഗശാലയിലെത്തിയ വിശ്വാമിത്ര മഹർഷി ജനക മഹാരാജാവിനോട് പറഞ്ഞു: മഹാത്മൻ, ദശരഥാത്മജന്മാരുടെ ആഗമനോദ്ദേശം അവിടുന്ന് സൂചിപ്പിക്കുകയുണ്ടായല്ലോ. അവിടുത്തെ ഏതാജ്ഞയും പരിപാലിക്കാൻ ഞാൻ സന്നദ്ധനാണ്. അതുകൊണ്ട് ഞാൻ ചെയ്യേണ്ട കൃത്യം എന്താണെന്ന് അവിടുന്ന് ആജ്ഞാപിക്കണം. വിജ്ഞാനത്തിൻ്റെ തികവ് കൊണ്ട് ശങ്കാവിഹീനനും വിശാലഹൃദയനും നർമ്മഭാഷിയുമായ വിശ്വാമിത്രൻ വിദേഹാധിപന്റെ നേരെ മെല്ലെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അർത്ഥഗർഭമായ പുഞ്ചിരി. രാജൻ, രാമനും ലക്ഷ്മണനും എൻ്റെ കൂടെ പോന്നതിൻ്റെ ഉദ്ദേശം ഞാൻ സൂചിപ്പിച്ചതേയുള്ളൂ, പറയുകയുണ്ടായില്ല. അതുകൊണ്ട് ഇക്കാര്യം ഇനി പറയാം. ഈ രാജധാനിയിൽ അങ്ങ് വെച്ച് പൂജ നടത്തുന്ന ഒരു ശൈവചാപമുണ്ടല്ലോ, വിശേഷപ്പെട്ട ആ ത്രയംബകവില്ല് അനേകം രാജാക്കന്മാർ വന്ന് കണ്ടു കഴിഞ്ഞിരിക്കുന്നുവെന്നും കണ്ടവരെല്ലാം അത് കാണാൻ മാത്രമുള്ളതാണെന്ന് സമ്മതിച്ചു കഴിഞ്ഞിട്ടുള്ളതാണെന്നും ഞാൻ രാമനോട് പറയുകയുണ്ടായി. അത്രമാത്രം ദർശനീയമാണ് ആ വില്ലെന്നറിഞ്ഞപ്പോൾ രാമലക്ഷ്മണന്മാർക്ക് അതൊന്ന് കണ്ടേ തീരുവെന്ന് ആഗ്രഹം ജനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങ് ആ ചാപം അവർക്കൊന്ന് കാണിച്ചു കൊടുക്കണം. അവരും അതൊന്ന് കണ്ടുകൊള്ളട്ടെ. കുട്ടികളല്ലേ, ഒരു പക്ഷേ കണ്ടു കഴിയുമ്പോൾ ഒന്ന് തൊട്ടു നോക്കണമെന്നും മറ്റും ആഗ്രഹം തോന്നിയേക്കാം അവർക്ക്. എങ്കിൽ അതും അങ്ങ് അനുവദിച്ചേക്കണം. കുട്ടികളുടെ ആഗ്രഹമല്ലേ, നടക്കട്ടെ. ശൈവജാപം കുട്ടികൾക്ക് കളിക്കാനുള്ള സാധനമല്ലെന്ന് നമ്മൾ മുതിർന്നവർക്കല്ലേ അറിയൂ. അതുകൊണ്ട് ചിലപ്പോൾ ദർശനം കൊണ്ട് തന്നെ അവർ തൃപ്തിപ്പെട്ടെന്ന് വരാം. ഏതായാലും രാമലക്ഷ്മണന്മാരുടെ പ്രായം പരിഗണിച്ച് വില്ലിൻ്റെ കാര്യത്തിലും അങ്ങ് ഇങ്ങനെ ഒരു ഔദാര്യം കാണിക്കണം. കുശികാത്മജൻ രാമന്റെ നേരെ നോക്കി കണ്ണുറുക്കി പുഞ്ചിരി പൊഴിച്ചു. ശരിയാണ് അവിടുന്ന് പറഞ്ഞത്. ശൈവജാപം കളിപ്പാട്ടമല്ല, ആരാധ്യമായ അനർഘ സമ്പത്താണ്. അതിൻ്റെ ചരിത്രം അവിടത്തേക്ക് അറിയാമല്ലോ. കുമാരന്മാരും അത് അറിഞ്ഞിരിക്കണം. വളരെയേറെ പറയുവാനുണ്ട്. ഇത് സംബന്ധിച്ച് മിഥിലാധിപൻ തുടർന്നു. സതീദാഹത്തിനിടയാക്കിയ ദക്ഷയാഗാവസരത്തിൽ സംഹാരരുദ്രനായി തീർന്ന ശിവന് ദക്ഷനെ നിഗ്രഹിച്ചിട്ടും രൗദ്രമടങ്ങിയില്ല. കോപാരുണനേത്രനായ മഹാദേവൻ ദേവന്മാരുടെ നേരെ തിരിഞ്ഞു. വില്ലിൻ്റെ ശരം തൊടുത്തുകൊണ്ട് പറഞ്ഞു: ദക്ഷൻ മാത്രമല്ല, നിങ്ങളും തെറ്റുകാരാണ്. എനിക്ക് ഹവിർഭാഗം നൽകാത്ത ദക്ഷനിൽ നിന്ന് ഹവിർഭാഗം സ്വീകരിച്ചവരാണ് നിങ്ങൾ. നിങ്ങളുടെ തലകൾ ഓരോന്നായി ഞാൻ അരിഞ്ഞു വീഴ്ത്തും. ഭയചകിതരായ ദേവന്മാർ മഹാദേവന്റെ മുമ്പിൽ തൊഴുകൈയുമായി നിന്നു ശിവനെ സ്തുതിച്ചു. പ്രശാന്തകോപനും പ്രസന്നചിത്തനുമായി തീർന്ന പന്നകഭൂഷണൻ കൈയിലേന്തിയ കാർമുഖം താഴെയിട്ടു. ഇനി ഇത് നിങ്ങൾക്കു തന്നെയായിരിക്കട്ടെ. പരമശിവൻ പള്ളിവില്ല് കൈയൊഴിഞ്ഞു. അങ്ങനെ ദേവന്മാർക്ക് അധീനമായ ശൈവജാപം അവർ ഞങ്ങളുടെ പൂർവികനായ ദേവരാധനെ ഏൽപ്പിച്ചു. അന്നു മുതൽ ത്രയംബകം ഞങ്ങളിവിടെ ഭക്തിപൂർവം വെച്ച് പൂജിക്കുകയാണ്. എന്നാൽ ശൈവജാപം ഞാനിവിടെ പ്രദർശന വസ്തുവാക്കി വച്ചിരിക്കുകയാണെന്ന് ആക്ഷേപമുണ്ടാകാം. മോഹഭംഗം മൂലം ചിലർ നടത്തുന്ന കുപ്രചരണമാണത്. വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യം എനിക്കും എൻ്റെ പ്രജകൾക്കുമല്ലേ അറിയൂ. വാസ്തവം പറഞ്ഞാൽ ഞാൻ ഈ വില്ല് മകളുടെ വിവാഹ വിഷയത്തിൽ ഒരു വീരശുൽക്കമായി വച്ചിരിക്കുകയാണ്. വീര്യം കൊണ്ട് ശുൽക്കത്തിൻ്റെ വില വീട്ടുവാൻ കഴിയാത്തവരാണ് പ്രചാരണം കൊണ്ട് ചതിവ് കാട്ടുന്നത്.